പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. വചനത്തിൻ്റെ എല്ലാ കൃപകളും വചനത്തിൻ്റെ ശക്തിയും ഓരോരുത്തരിലേക്കും പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വചനമാകുന്ന ദൈവം, നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വസിക്കുന്ന ദൈവം, ആ ദൈവത്തെ നാം ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുക. കർത്താവിൻ്റെ അനുഗ്രഹം എന്നും എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ മാസത്തിൽ ഞാനും എൻ്റെ ഇളയ മകളും കൂടി ആലപ്പുഴ IMS ധ്യാന ഭവനിൽ നടക്കുന്ന സ്വർഗീയ അഭിഷേക ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ടുള്ളൊരു വലിയ അനുഗ്രഹം ദൈവം എനിക്കും എൻ്റെ കുഞ്ഞിനും നൽകി. ഞാൻ വളരെയേറെ ആഗ്രഹിച്ചു, അതിനായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കൃപ ഞങ്ങൾക്ക് 2 പേർക്കും ദൈവം നൽകി. സ്വർഗീയ അഭിഷേക ധ്യാനം എന്ന പേര് പോലെ തന്നെ സ്വർഗത്തിൻ്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്ന ഒരു ധ്യാനമാണത്. ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം സ്വർഗീയ അഭിഷേകം ലഭിക്കുന്നുണ്ട്. ഈ ധ്യാനം നയിക്കുന്നത് ബ്രദർ ജിൻസ് തൊടുപുഴയും ടീം അംഗങ്ങളുമാണ്. രക്തക്കണ്ണുനീർ ജപമാല പ്രചരിപ്പിക്കുന്ന ലോകത്തെ ആദ്യത്തെ ധ്യാന ടീമാണത്. അപ്പോൾ രക്തക്കണ്ണുനീർ ജപമാലയെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ രക്തക്കണ്ണുനീർ ജപമാല ചൊല്ലുന്നതിനെക്കുറിച്ചും അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയും ഈ രക്തക്കണ്ണുനീർ ജപമാലയെക്കുറിച്ച് നമ്മളെ കൂടുതൽ പഠിപ്പിച്ചു തരികയും അത് ചൊല്ലേണ്ട രീതികളും അത് ചൊല്ലുന്നത് വഴിയായിട്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും പ്രത്യേകമായി ചൊല്ലുവാനുള്ളൊരു കൃപയും നമുക്ക് ഈ ധ്യാനത്തിൽ നിന്നും ലഭിക്കും. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാനായിട്ട് അമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം നമുക്കവിടെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഒരു സുഗന്ധമായിട്ട് അമ്മയുടെ അഭിഷേകം ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ നമുക്കൊരു പ്രത്യേക ആനന്ദം ആ ദിവസങ്ങളിലൊക്കെയും ഞങ്ങൾക്ക് പ്രത്യേകമായൊരു ആനന്ദം, എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. തിരികെ വീട്ടിൽ വന്നപ്പോഴും ഇന്നീ നിമിഷം വരെ നമുക്ക് ആ ഒരു സന്തോഷം, ആ ഒരു ആനന്ദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹങ്ങളും കൃപകളും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് വഴി നമുക്ക് ധാരാളമായിട്ട് ലഭിക്കും. സ്വർഗമിറങ്ങുന്ന ഒരു അഭിഷേകമാണ് അവിടെ. ഈ വചനം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്, ഈ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും ഈ ഓണത്തിൻ്റെ അവധിക്ക് ഒരു ധ്യാനം കൂടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ധ്യാനം കൂടാനായിട്ട് ആഗ്രഹിക്കുന്നതും. അതല്ലാതെ എപ്പോഴും സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ആരും ദൈവത്തെ തേടാനോ ധ്യാനത്തിന് പോകാനോ ഒന്നും ആഗ്രഹിക്കാറില്ല. അപ്പോൾ ഒരു കാര്യം നാം ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു സഹനമുണ്ടെങ്കിൽ അത് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടും നാം ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണോ എന്നും ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതല്ലാതെ ദൈവം നമ്മോടുകൂടി ഇല്ലാത്തത് കൊണ്ടോ ദൈവം നമ്മെ അനുഗ്രഹിക്കാത്തത് കൊണ്ടോ ദൈവം നമ്മെ സ്നേഹിക്കാത്തത് കൊണ്ടോ അല്ല നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുന്നത്. അതിലുപരി ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടും തന്നോട് ചേർത്ത് നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ ഒരു തിരിച്ചറിവുണ്ടായെങ്കിൽ മാത്രമേ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് പ്രത്യാശയോടെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ധ്യാനം കൂടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്വർഗീയ അഭിഷേക ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തക്ക സമയത്ത് ദൈവം നിങ്ങളെ ആ ധ്യാനം കൂടാനായിട്ട് ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കും. അടുത്ത മാസം സെപ്റ്റംബർ 4 വ്യാഴം മുതൽ 7 ഞായർ വരെയാണ് ധ്യാനം.
ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ മാസത്തിൽ തന്നെ കൂടണമെന്നില്ല, ഇതിനും എന്നെങ്കിലും ധ്യാനം കൂടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഞാൻ ഈ ഇവിടെ ഇടുന്ന ഈ നമ്പറിൽ ബ്രദർ ജിൻസിൻ്റെ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക. ബ്രദർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുവഴിയായിട്ട് അനേകരുടെ പ്രാർത്ഥന മൂലം മാത്രമേ നമുക്ക് ആ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അത്രയ്ക്ക് അഭിഷേകം കിട്ടുന്ന ഒരു ധ്യാനമാണ്. അപ്പം നമ്മളവിടെ ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ആ ദൈവകൃപ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മെ പല രീതിയിൽ നമുക്കതിനുള്ള തടസ്സങ്ങളുണ്ടാകും. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷിതരുണ്ട്. അവരുടെ കയ്യിലേക്ക് നമ്മുടെ പേരുകളെ കൊടുത്തു കഴിയുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം തക്ക സമയത്ത് ആ ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്, ഈ സ്വർഗീയ അഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്തത് കൊണ്ട് എനിക്കും എൻ്റെ കുഞ്ഞിനും ഒത്തിരിയേറെ ദൈവാനുഭവം ഉണ്ടായി. ഞങ്ങൾക്ക് കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാൻ, കൂടുതൽ ദൈവത്തെ അറിയുവാൻ, അതിലുപരി ആത്മീയമായൊരു സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കരം പിടിച്ച് നമ്മോട് കൂടെയുണ്ട്, ആ ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഈശോയെ നിന്ന് എപ്പോഴും ഈശോയുടെ നാമം മാത്രം, ഈശോയും എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കുന്നവനാണ് ഈശോ എന്നൊരു ബോധ്യം പൂർണ്ണമായും എനിക്ക് ആ ഒരു ബോധ്യത്തിലേക്ക് എൻ്റെ ഹൃദയം ചെന്നെത്തുകയുണ്ടായി. ഇപ്പോൾ ഒരു പുതിയ ആത്മീയ ഉണർവ് ഈ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തത് വഴിയായി എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പം മറ്റൊന്നിലും നമുക്കറിയാം, നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ച് അത് നേടിയെടുക്കുന്നുണ്ടെങ്കിലും നമുക്കത് കിട്ടിക്കഴിയുമ്പോൾ അതിന്മേലുള്ളൊരു സന്തോഷം നമുക്കില്ലാതാവുന്നുണ്ട്. അപ്പം സ്വർഗം നമ്മളെ സ്വർഗത്തോട് ചേർന്ന് നമ്മൾ ദൈവവുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് എല്ലാ കാര്യത്തിലും പൂർണ്ണമായൊരു സ്വാതന്ത്ര്യവും ഒരു സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് യേശുവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.